പിന്നെ 100 രൂപ 500 രൂപ എന്നുള്ളൊക്കെ ക്രമത്തിലാക്കാമായിരുന്നു. പക്ഷെ അന്ന് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത് അങ്ങനെയാണ് ഉണ്ടായത്. ഇതൊക്കെ എന്താ? ഇത് പഴയ കാലത്ത് ഇരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന പലകയാണ്. ഈ ചക്രമുള്ളതാ? അല്ല, ചക്രമുള്ളതല്ല. ഇതില്ലേ? ഇത് ഈ ചക്രമുള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികള് നടത്തം പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇതുമൊരു ഒരു പിടുത്തം ഉണ്ടായിരുന്നു. അത് പോയതാണ്. ഇങ്ങനെ ഒരു പിടുത്തും അതിനൊരു ഹാൻഡിലും വെച്ചിട്ട് കുട്ടികൾ നടത്തം പഠിക്കാൻ വേണ്ടിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന തറവാട് വീടുകളിലൊക്കെ കുട്ടികൾക്ക് നടത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണത്. അതിൻ്റെ പേര് ചാട്ട് എന്നാണ് അതിന് പറയാം. ചാട്ടുവണ്ടി. ഇങ്ങനെ ഒരു തണ്ട് വെച്ചിട്ട് അതിങ്ങനെ ഒരു പിടുത്തുണ്ടാവും. അതിങ്ങനെ ഉന്തിയിട്ട് ചക്രം ഉരുണ്ട് പോകുന്നതിനനുസരിച്ച് കുട്ടികൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ഇന്നിപ്പോൾ അതിന് ആധുനിക രീതിയിൽ പല കടകളിലൊക്കെ ബേബി വാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കും. പക്ഷേ ഈ നിർമ്മിതി പഴയകാല നിർമ്മിതിയാണ്. ആ കാലത്ത് ഇതന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നുള്ളൂ. ആശ്രയം ഈ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളിലാണല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. സാധാരണ ആളുകൾക്കും കുറച്ച് കാശിന് ചെലവുണ്ടാവുമല്ലോ നിർമ്മിപ്പിക്കാനും ഇതിന്റെ സാധനങ്ങൾക്കൊക്കെ. ഇത് പയറാണ്, പയറിന്റെ ചെടി. നമ്മൾ ഈ വള്ളിപ്പയറില്ലേ, ആ വള്ളിപ്പയർ കുത്തിയിട്ടിട്ട് അതിൽ ധാരാളം പയറൊക്കെ ഉണ്ടായിട്ടുള്ള ചെടിയാണത്. എല്ലാവരും അമ്മയൊക്കെ പഴയ കാലത്തൊരു നല്ലൊരു തനിമയായിരുന്ന ഒരു സംഭവം തന്നെ അല്ലേ? അതെ, അന്ന് പഴയ കാലത്തിൽ തനിമയുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവിടെ ഈ എന്താ പറയുക, വെക്കേഷനും ശനി ഞായറൊക്കെ ഉള്ള സമയത്ത് വീട്ടമ്മയ്ക്ക് ഒഴിവുള്ള കാരണം ഇതിൽ തന്നെയാണ് പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുക്കാറ്. കാരണം ഞാനതിൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു അധ്വാനത്തിലുപരി അവരൊരു സമർപ്പണ മനോഭാവവും ഒരു സ്നേഹമൊക്കെ ഇതിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് ആഹാരത്തിനൊരു പ്രത്യേക തരം രുചി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റേതിപ്പോൾ നമ്മൾ ഈ കൃത്രിമമായിട്ട് വാങ്ങുന്ന പൊടികളൊക്കെ ആണ്ട് ചേർത്തിട്ട് ഒന്നാണ്ട് തിളയ്ക്കൽ മാത്രമല്ലേ ഉള്ളൂ കറികളൊക്കെ. അല്ല, ഇപ്പോൾ മിക്സി അല്ലേ? ഇപ്പം മിക്സിയും ഗ്രൈൻഡറൊക്കെ തന്നെയാണ്. പക്ഷേ ഇതാവുമ്പോൾ അവരെ ക്ഷമ, സമർപ്പണം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഒരു വീട്ടമ്മയുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഉപകരണമൊക്കെയാണ് അമ്മി. കാരണം ആ ഒരു ക്ഷമയോട് കൂടിയിട്ടാണ് ഇതിൽ പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ അരച്ചെടുക്കാറ്. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഈ വീട്ടമ്മ പാചകം ചെയ്യുമ്പോൾ വല്ലാതെ പ്രകോപിതയായിട്ടൊന്നും പാചകം ചെയ്യാൻ പാടില്ല. കാരണം അവരൊരു സ്നേഹം കൂടി ചേർത്തിട്ട് വേണം ആഹാരം പാചകം ചെയ്യാൻ. ചേട്ടാ, എന്താ കോഴീനായിട്ടുള്ള കളി? കോഴിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. ഇത് സാധാരണ കോഴിയാണെങ്കിൽ കൂടിയിട്ട് ഇതിനെ ഞാൻ പേരിട്ടിട്ടാണ് വിളിക്കുക. പേരുണ്ട്. എന്താ പേര്? ഇതിന്റെ പേര് പീക്കിരി. പീക്കിരി എന്നാണ് പേര്. പെടക്കോഴിയാണ്. അപ്പൊ വെള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഒന്നിടവിട്ട ദിവസം കൂടുമ്പോ അങ്ങനെ മുട്ടടും. ഒരു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ പീക്കിരി മുട്ടടും. അപ്പൊ ആ മുട്ട നമ്മൾ എടുത്താല് മുട്ട എടുത്തതിന് ബദലായിട്ട് നമ്മൾക്ക് അരി വേണം. അരി കയ്യിൽ കുറച്ച് അരി കൊടുക്കണം. അപ്പൊ ആ അരി തിന്നണ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മള് കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള ദിവസം പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ വരും. ഈ അരി ആവശ്യപ്പെടും. അപ്പൊ ഞാൻ കൊടുക്കും. എന്റെ കയ്യിൽ നിന്ന് അരി ഇങ്ങനെ തിന്നിട്ട് പോലാണ് പതിവ്. പിന്നെ അതുപോലെ തന്നെ രാവിലെ കൂട് തുറന്നാല് ഞാൻ കുറച്ച് അരി ഇങ്ങനെ കയ്യിൽ കാട്ടി കൊടുക്കും. അത് കൊത്തി തിന്നതിന് ശേഷം എന്റെ കയ്യിന്റെ അടിയിൽ കൂടെ ചവിട്ടിയിട്ടാണ് ഈ പീക്കിരി പുറത്തേക്ക് പോവുക. ഒരു കോഴിയുള്ളൂ?
കോഴി പിന്നെ ഇനി കുട്ടികളാണ് വേറെ ഉള്ളത്. കോഴിക്കുട്ടികളാണ്. മുതിർന്ന ഒരാള് ഇയാള് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ചെടിയാണ് ഈശ്വരമുല്ല. വളരെ എന്താ പറയുക, ലളിതമായ രീതിയിൽ തടിയൊന്നും ഇല്ലാതെ ശോഷിച്ച രീതിയിലുള്ളൊരു ചെടിയാണ്. ഏത് പിന്നെ കമ്പിൻ്റെ മുകളിലും ഇത് ആണ് പടർന്ന് കയറിയിട്ട് ഇങ്ങനെ പുഷ്പിക്കും. കണ്ണിന് നല്ല കൗതുകമാണ് ഈ പൂവൊക്കെ കാണാൻ. വളരെ ലാളിത്യം ഉള്ളൊരു ചെടി കൂടിയാണ് ഈശ്വരമുല്ല. ചെറുപ്പത്തിലൊക്കെ ഈ ഈശ്വരമുല്ല എന്ന് പറഞ്ഞാൽ പൂവിനോടൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മളിത് കേടുവരുത്തും, ഈ പൂവ് പൊട്ടിക്കും കേടുവരുത്തൊന്നുമില്ല. കാരണം ഈശ്വരമുല്ല എന്നാണുള്ളത് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ നേരിട്ടുള്ളൊരു പൂവ് എന്നുള്ളൊരു ബഹുമാനമൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കൊടുത്തിരുന്നു. ആ ഒരു കാഴ്ചപ്പാട്ടിലാണ് നമ്മളിത് വീടിൻ്റെ മുൻഭാഗത്ത് ഈ ചെടി വെച്ച് പിടിപ്പിക്കാനും ഇങ്ങനെ പൂവിടാനൊക്കെ ഉള്ളൊരു സംവിധാനം ചെയ്യാനുള്ള കാരണം. ഒക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു പഴയ ഓർമ്മകളാണ് ഇതൊക്കെ. ഈ ചെടിയോട് കാണിക്കുന്നത് സ്നേഹം. പിന്നെ ഈ ചെടിക്ക് ഇപ്പോൾ ഒരു പ്രത്യേകതയില്ല. ഇത് ഓമയാണല്ലോ, ഓമ. അപ്പോൾ ഇവിടെ ഒരു ഓമമരം ഉണ്ടായിരുന്നു. ഇതാണ് സിന്ദൂരിമാവ്. ഈ സിന്ദൂരിമാവിൻ്റെ തൈ കുഴിച്ചിട്ടിട്ട് ഒരു 5 വർഷ കാലയളവായി. കഴിഞ്ഞ വർഷം ഇത് പൂത്തിരുന്നു. ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകളുണ്ടായി. ചെമ്പരത്തി, മാപ്പുതരു ചെമ്പരത്തി ഒരു കാലത്ത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് പിടിപ്പിച്ചിരുന്ന ചെമ്പരത്തി ഇപ്പോൾ അതിരിൻ്റെ പുറത്തേക്കൊക്കെ ആയി. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശില്പചാതുരി നിറഞ്ഞ ഒരു വീടാണത്, പഴയകാല വീട്. അതിൻ്റെ നിർമ്മിതിയിലുള്ള കൗതുകങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത്. കണ്ടോ, ഇതൊക്കെ കിളിജനല എന്നാണ് ഇതിനൊക്കെ പറയുക. ജീർണ അവസ്ഥയിലായി തുടങ്ങിയിരിക്കണം ഇതിൻ്റെ മരമൊക്കെ. എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ നിർമ്മിതി നടത്തിയിരിക്കുന്നത്. അകത്തുള്ളവർക്ക് പുറത്തേക്ക് നോക്കാനും ഒക്കെയാണ്. ഇതാണ് ആ പൂമുഖത്തിൻ്റെ ഒരു തൂണാണത്, വീടിൻ്റെ തൂണ്. കണ്ടോ, മനോഹരമായിട്ട് ഉള്ളൊരു തൂണ് നിർമ്മിച്ചെടുക്കുകയാണ്. ഒക്കെ ജീർണാവസ്ഥയിലായി. ഇതൊരു വീടിൻ്റെ വാതിലാണ്, പഴയകാല വീടിൻ്റെ വാതിൽ. ഇത് ഉമ്മറത്ത് വെച്ചൊരു ചാരുപടിക്കൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണിത്. കാറ്റും വെളിച്ചമൊക്കെ തട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ പറമ്പിലേക്ക് നടക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൗഢിയോടുകൂടി നിന്ന ഒരു തറവാടിൻ്റെ അസ്ഥിവാരം ഒടിഞ്ഞു കിടക്കുകയാണത് കാലപ്പഴക്കത്താൽ. അങ്ങനെ തൊടിയിലേക്ക് പോകുമ്പോഴാണ് കൊടപ്പന എന്ന് പറഞ്ഞൊരു മരമാണ് ഈ കാണുന്നത്. കൊടപ്പന പഴയകാല കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് കുടയൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ ഓല കൊണ്ടാണ് കുട നിർമ്മിച്ചിരുന്നത്. അതാണ് കൊടപ്പനോല, കൊടപ്പന മരമാണത് ഈ കാണുന്നത്. ഇക്കാലത്ത് ഇത്തരം വൃക്ഷങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ കൊടപ്പന കണ്ടതിന് ശേഷം നമ്മൾ ഈ വീടിൻ്റെ പിൻവശത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഓവ്. ഇന്ന് കാണുന്ന ബാത്റൂമിൻ്റെ ഉപഭോഗം ഈ ഓവിലൂടെയാണ് പഴയ ആളുകൾ സാധിച്ചിരുന്നത്. വീടിൻ്റെ ഉള്ളിൽ തളം ചെയ്തിട്ട് അതിൽ കൂടെയാണ് ഇതൊക്കെ ഈ ഇന്ന് കാണുന്ന ബാത്റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ ഓവ് കൂടെയാണ് വീടിൻ്റെ പുറത്തേക്ക് വന്ന് വീണിരുന്നതൊക്കെ. കണ്ടോ, ഒരു ചെറിയ കിളി ജനല. പിന്നെ പഴയകാല നിർമ്മിതിയായ കരിങ്കല്ലിൻ്റെ ഉരലാണ് ഈ കിടക്കുന്നത്. ഗതകാല സ്മരണകൾ ഉണർത്തുന്ന ശേഷിപ്പുകൾ, മൺകലങ്ങൾ, മണ്ണിൻ്റെ കലങ്ങളും കുടങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. മൺകലങ്ങൾ. പിന്നെ ഈ കാണുന്നതാണ് മൺകുടം. ഈ കുടത്തിലാണ് പഴയ കാലത്ത് ഓരോ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചിരുന്നത്. ഇതാ വീടിൻ്റെ
ഒരു ഭാഗമാണ് കാണുന്നത്. വീടുകളും ഇത്തരം കാഴ്ചകളൊന്നും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കില്ല. ഓർക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും വേണ്ടി സൗഹൃദ മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും സമർപ്പിക്കുന്നു. ഞങ്ങളെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാം, അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതെ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.